Hi students, welcome to the classes of Wisdom with Edu Solutions. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത് ബാങ്കിങ് എക്സാംസിന്. നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത് SBI, IBPS, RRB എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് അതിൻ്റെയാണ്. ദെൻ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്. ഓക്കെ, സോ ഈ 5 എക്സാംസും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ, ഇതിൻ്റെ കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രിലിംസിനും മെയിൻസിനും ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന സെക്ഷനിലൂടെയാണ് തുടങ്ങുന്നത്. ഈ സെക്ഷനിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ള ഒരു മാത്സിൻ്റെ ഒക്കെ ഒരു മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് 23 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റർ 1 ബേസിക് ഫണ്ടമെന്റൽസ്, ചാപ്റ്റർ 2 HCF ആൻഡ് LCM, ചാപ്റ്റർ 3 നമ്പർ സിസ്റ്റം, ചാപ്റ്റർ 4 പെർസെൻറ്റേജ്, ചാപ്റ്റർ 5 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ചാപ്റ്റർ 6 പ്രോഫിറ്റ് ആൻഡ് ലോസ്, ചാപ്റ്റർ 7 സിമ്പിൾ ഇൻട്രസ്റ്റ്, ചാപ്റ്റർ 8 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, chapter 9 partnership, chapter 10 problem on ages, chapter 11 average, chapter 12 time and work, chapter 13 pipe and cistern, chapter 14 time and distance, chapter 15 bots and stream, chapter 16 mixture and alligation, chapter 17 quadratic equation, chapter 18 number series, chapter 19 mixed data interpretation, chapter 20 permutation and combination, chapter 21 probability, chapter 22 mensuration 2D, chapter 23 mensuration 3D. ഓക്കെ, സോ മാത്സ് പൊതുവെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനി മാത്സ് ഒരുപാട് താല്പര്യമുള്ള ആളുകളല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്ലാസ്സസ് എല്ലാം നമ്മൾ എടുക്കുന്ന ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് എല്ലാം കണ്ടു നോക്കുക. നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ് തരുന്നതാണ് യൂട്യൂബിലൂടെ. ആ കോൺസെപ്റ്റ് ക്ലാസ് കാണുക, അതിനുശേഷം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും തരികയും അത് സോൾവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ട്. ചാപ്റ്റർ 1 ആണ് ബേസിക് ഫണ്ടമെന്റൽസിലെ ഒരു 4 കോൺസെപ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് മൊത്തം നിങ്ങൾ കാണുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നതാണ്, അത് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എത്ര ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ട് ആവുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഈ ബാങ്കിങ് എക്സാംസിലെ ക്വാണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഏറ്റവും നല്ല കാര്യം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് SSC അല്ലെങ്കിൽ RRB പോലെയുള്ള എക്സാംസിനാണ്. ഇവിടെ RRB എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൽവേ ആണ് കേട്ടോ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. കാരണം കുറച്ചെങ്കിലും മാത്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ, അല്ലെങ്കിൽ മാത്സ് കുറച്ച് അറിയുന്നവർക്കാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി ബാങ്കിങ് ലെവൽ എന്ന് പറയുന്ന അതിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ലെവലൊക്കെയാണ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ തന്നെ ക്ലാസ്സസ് കാണാം, അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സിന്റെ പാറ്റേൺ ആണ് പറയുന്നത്. ആദ്യം ഞാനൊരു പെർട്ടിക്കുലർ ചാപ്റ്റർ 1 ബേസിക് ഫണ്ടമെന്റൽസ് ആണെന്ന് കരുതുക. ഈ ബേസിക് ഫണ്ടമെന്റൽസ് എന്ന ചാപ്റ്ററിൽ വരുന്ന എല്ലാ കോൺസെപ്റ്റ് ക്ലാസ്സും എടുക്കുന്നതായിരിക്കും. ഓക്കെ, കോൺസെപ്റ്റ് ക്ലാസ് 1, കോൺസെപ്റ്റ് ക്ലാസ് 2, കോൺസെപ്റ്റ് ക്ലാസ് 3, കോൺസെപ്റ്റ് ക്ലാസ് 4. ഓക്കെ, പല ചാപ്റ്ററിനും പല നമ്പർ ഓഫ് കോൺസെപ്റ്റ് ക്ലാസ് ആയിരിക്കും. ചിലതിനൊരു 5 എണ്ണമൊക്കെ കാണുള്ളൂ, ചിലതിനൊരു 10 എണ്ണം വരെ ഉണ്ടായിരിക്കും. ഓരോ കോൺസെപ്റ്റ് ക്ലാസ് 1, 2, 3 എന്ന് പറയുന്നത് ലെവൽ കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ, താഴോട്ട് വരും തോറും ലെവല് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം കോൺസെപ്റ്റ് ക്ലാസ് 1 ബേസ് തറവായ ആൾക്കാരെ അത് കണ്ട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ കോൺസെപ്റ്റ് ക്ലാസ് 2 വരാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഹയർ ലെവലിലോട്ട് വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അതിൻ്റെ ഒരു സീരീസ് ഉണ്ടായിരിക്കും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സീരീസിൽ ക്വിസ് 1, ക്വിസ് 2, ക്വിസ് 3 അങ്ങനെ തരുന്നതായിരിക്കും. ഈ ക്വിസസും ലെവൽ താഴോട്ട് വരുമ്പോൾ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾ നല്ല രീതിയിൽ ഓരോ ലെവലും പഠിച്ചിട്ട് വേണം കൂടുതൽ ഹയർ ലെവലിലോട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് പോവും. ഓക്കെ. പിന്നെ ഡൗട്ടുള്ളത് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കണ്ടത് ക്ലാരിഫൈ ചെയ്യുക. യൂട്യൂബിലായതുകൊണ്ട് നമുക്ക് റെക്കോർഡഡ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും കാണാമല്ലോ. ഓക്കെ. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് ഒരു ദിവസം എങ്ങാനും എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അടുത്ത ദിവസം നിങ്ങളത് കോപ്പപ്പ് ചെയ്ത് പഠിക്കുക. ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അടുത്ത ദിവസം പഠിക്കാൻ സമയം കുറവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഒരു 5-10 മിനിറ്റ് എങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഓക്കെ. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. പിന്നെ ആദ്യം തന്നെ ആരും മോക്ക് ടെസ്റ്റ് എടുക്കരുത്. ആദ്യം ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് പഠിക്കാൻ പാടുള്ളൂ. ആദ്യം കോൺസെപ്റ്റ് ക്ലാസ് കവർ ചെയ്യുക, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ചാപ്റ്റർ വൈസ് ഉള്ള മോക്ക് ടെസ്റ്റ് എല്ലാം. ഓക്കെ. ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് മാത്രമേ നിങ്ങൾ PYQ ഇവാലുവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ കോൺസെപ്റ്റ് ക്ലാസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, PYQ, ഈ ഓർഡറിലാണ് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ആദ്യം തന്നെ PYQ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ള കോൺഫിഡൻസ് പോകും. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ് മൈ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ഈ ചാനലിലൂടെ എല്ലാ ടോപ്പിക്സ് പഠിക്കാനും എല്ലാ സബ്ജക്ട്സ് പഠിക്കുവാനും അങ്ങനെ നിങ്ങളുടെ ഡ്രീം ജോബ് ക്രാക്ക് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു.